കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത്. 1947 വിഭജന കാലത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നത്. അതായത് 1947 വിഭജന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവ് രാജ്യത്തെ നയിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഇത്ര വലിയ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കില്ലായിരുന്നുവെന്നും ആരും ഇന്ത്യയെ ഒന്ന് ദ്രോഹിക്കാൻ പോലും മുതിരില്ലായിരുന്നു, കൈകൾ അവർ പൊക്കില്ലായിരുന്നു എന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യത്തെ പിന്നോട്ടടിച്ച വസ്തുതകൾ എല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാഠവും അദ്ദേഹം ഭാരതത്തിന് വേണ്ടി സംഭാവന ചെയ്തത് ആ പ്രവർത്തികളെ കുറിച്ചും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. വിഭജന കാലത്തെ ഓർമ്മകളെ അനുസ്മരിച്ചുകൊണ്ട് യോഗിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, വേദന പ്രകടിപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അധികാരത്തിലിരുന്നവർ സനാതൻ രാഷ്ട്രത്തെ കഷ്ണങ്ങളാക്കി തന്നെ അവിടെ വിഭജിച്ച് മാറ്റുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ചരിത്രത്തിലെ ആ ഇരുണ്ട അധ്യായങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ഒരു പ്രചോദനമായി തന്നെ നമ്മൾ വാർത്തെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉടലെടുത്തത്? ഏത് ആളുകൾ കാരണമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്? കുറ്റവാളികൾ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല? വിഭജന സമയത്ത് ആ പ്രദേശങ്ങളുടെ വിഭജനത്തെ കുറിച്ച് അവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് 1947 രാജ്യം സ്വതന്ത്രമായി എന്നും പാകിസ്ഥാൻ അനുകൂലികൾ പോലും ആവശ്യപ്പെടാതെ തന്നെ പ്രദേശങ്ങൾ ബലമായി തന്നെ പാകിസ്ഥാൻ കൈമാറിക്കൊണ്ട് അവർ അത് കൈയടക്കുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാന് നൽകി, പഞ്ചാബും കൈമാറി. ബംഗാളിലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ കൈമാറുകയും അധികാരത്തിനായുള്ള അത്യാഗ്രഹം കൊണ്ട് ഇത് ആളുകൾ അന്നത്തെ ഭരണത്തിൽ ഉണ്ടായിരുന്നവർ അധികാരത്തിന്റെ അത്യാഗ്രഹം കാരണം ഇതെല്ലാം ചെയ്യുകയാണ് ഉണ്ടായത്. 1947 നിശബ്ദമായവരുടെ വാക്കുകൾ പുറത്തു വരാതിരുന്നത് അവരുടെ കണ്ണുകൾ, അവരുടെ സിംഹാസനം അവർക്ക് കിട്ടേണ്ടിയിരുന്ന അധികാരത്തിന്മേലായിരുന്നുവെന്നും അദ്ദേഹം ഇവിടെ എടുത്തു സൂചിപ്പിച്ചു. ഏത് വിധേയനെയും അധികാരം നേടാൻ അവർ അത്യാഗ്രഹികളായിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ കൂട്ടക്കൊല നടന്നു. പക്ഷെ അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് അവർ മൗനം പാലിക്കുകയാണ് ചെയ്തത്. വോട്ട് ബാങ്ക് ഒരു കുടുംബ ആസക്തമാക്കി തന്നെ അവർ അത് മാറ്റുകയും ഈ ആളുകൾ അരാജകത്വം പടർത്തി ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നതാണ് കോൺഗ്രസിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ ശക്തിയും ബുദ്ധിയും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ശക്തിയുടെ കുറവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ഇവിടെ പോരായ്മ ഉണ്ടായത്? ജാതി, പ്രദേശം, ഭാഷ എന്നിവയുടെ ആന്തരിക സംഘർഷങ്ങളാൽ തന്നെ ഞങ്ങൾ വിഭജിക്കപ്പെട്ടു. രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അവർ നിശബ്ദരായിരുന്നുവെന്നും എന്തെങ്കിലും തരത്തിൽ ജാതിയോ സമൂഹമോ ആക്രമിക്കപ്പെടുമ്പോൾ അവർ നിശബ്ദത തന്നെ പാലിക്കുകയാണ് ചെയ്തത്. അവർ സനാതന കാലഘട്ടത്തിൽ ഇന്ത്യയെ വിഭജിക്കുകയും അതിനെ കഷ്ണങ്ങളായി തന്നെ കീറി മുറിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യങ്ങൾ മറ്റ് ചില കാര്യങ്ങൾ കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. മഹാന്മാർ പോരാട്ടം നടത്തിയിരുന്നു. സ്വരാജ് എന്റെ ജന്മ അവകാശമാണ് എന്ന മുദ്രാവാക്യമാണ് പ്രതിധ്വനിപ്പിച്ചത്. എന്നാൽ സ്വന്തം അവിടെ സ്വാർത്ഥതയ്ക്കായി തന്നെ പ്രദേശത്തിന്റെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെ ആളുകളെ അവർ പോരാടാൻ പ്രേരിപ്പിച്ചു. ഇത് രാജ്യത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടായിരുന്നു നടത്തിയത്. ഇന്ത്യ ഇന്നും അതിനുള്ള വലിയ വിലയാണ് ഇവിടെ നൽകുന്നത്. വിഭജനത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ഇന്നത്തെ വെല്ലുവിളിയുമായി തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യങ്ങൾ ഭീകരതയുടെയും ഗൂഢാലോചനയുടെയും രൂപത്തിൽ നിന്ന് ആളുകൾ അവിടെ അത് നൽകിയതിന്റെ വലിയ വിലയുടെ കാര്യമാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്നെ ജീവൻ നൽകിയവരെ വിസ്മരിപ്പിച്ചുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവ അഭിവ്യക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ലക്നൗ, കാൺപൂർ, മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളെല്ലാം തന്നെ തീയിട്ട് നശിപ്പിച്ചുകൊണ്ടുള്ള ഗൂഢാലോചനകൾ അന്ന് അവിടെ നടന്നു. പക്ഷേ പൊതുജനങ്ങൾ അവരെ വിഭജിക്കാൻ അനുവദിച്ചില്ല എന്നും അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം 1947 നടന്ന വിഭജനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ അധികാരമോഹികളായ കോൺഗ്രസ് ഭരണത്തെ കുറിച്ചും ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.